പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വിഭൂതിയാണ്. അതായത് തിരുസഭ ദൈവമക്കള് 50 നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാല്, ആരാധനാക്രമ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. ഈ ഉയർപ്പ് തിരുനാളിന് വേണ്ടി വിശ്വാസികളായ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന, ഉപവസിച്ചൊരുങ്ങുന്ന ദിനങ്ങളാണ് ഈ 50 നോയമ്പ്. ഈ 50 നോയമ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈശോയുടെ 40 ദിവസത്തെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മളും ഈശോയോടൊപ്പം ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിറയുന്നു. ഈ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ സഭ ആഗ്രഹിക്കുന്നത് നമ്മൾ അനുരഞ്ജിതരാകാനാണ്. ദൈവവുമായുള്ള അനുരഞ്ജനത്തിലേക്ക്, ജീവിത നവീകരണത്തിലേക്ക് എത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ഈ 50 നോമ്പിൽ നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തിങ്കിലേക്ക് ഉയരുന്നു. 2, ഉപവാസം. ഉപവാസത്തിലൂടെ നമ്മൾ നമ്മളിലേക്ക് തന്നെ, നമ്മുടെ ജഡത്തിൻ്റെതായ ആസക്തികളെയൊക്കെ നിയന്ത്രിക്കുന്നതിനും അതിലൂടെയുള്ള ജീവിത നവീകരണം സാധ്യമാകുന്നതിനും കാരണമാകും. 3-മതായിട്ട് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ദാനധർമ്മം എപ്പോഴും അവരിലേക്കാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി തീരുന്നു. അങ്ങനെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലും ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 50 നോമ്പിന്റെ കാലഘട്ടം. അതുകൊണ്ടാണ് നോമ്പ്, ഈ 50 നോമ്പ് നമുക്കൊരു വസന്തത്തിന്റെ കാലഘട്ടമാണ്. ആത്മാവിൽ പുണ്യം പുഷ്പിക്കുന്ന കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്നായിട്ട് തുടങ്ങാം. 1-ാം ദിവസം മുതൽ ഈ 50 ദിവസം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവം ആഗ്രഹിക്കുന്ന പുണ്യപ്രവൃത്തികളിലൂടെയും മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.